ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പുളിയിൽ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ അച്ചാറിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ. നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. നോർമലി ഞാൻ അച്ചാറാക്കുമ്പം രണ്ടോ മൂന്നോ കൂടി പോയൊരു 3 മാങ്ങ, അതിൽ കൂടുതൽ ഞാൻ എടുക്കുകയില്ല. അച്ചാറിട്ട് വെക്കാറില്ല. മാങ്ങ ചീഞ്ഞു പോയാൽ പിന്നെ ആർക്കും അത്ര വലിയ ഇഷ്ടമുണ്ടാവില്ല, കഴിക്കൂല. ആ ഒരു കറി ഉണ്ടാവുന്ന ആ ഒരു ലെവലിൽ മാത്രമേ അച്ചാർ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇപ്പോൾ ഒരു 3 മാങ്ങ എടുത്തിട്ടുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം മുറിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നോക്കാം, അച്ചാറാക്കാനുള്ള പരിപാടികൾ നോക്കാം. മാങ്ങ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കും. നന്നായി മിക്സായി കൊടുക്കും. നമ്മൾ അച്ചാറിലേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം മുറിച്ച് കട്ട് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. കുറച്ച് കടുക് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ച് ആറിയ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒന്നുകൂടി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ഞാൻ ചേർക്കാറില്ല കേട്ടോ. അത്യാവശ്യം ഒരു
കുറച്ച് മാത്രമേ ആക്കാറുള്ളൂ. അപ്പോൾ പിന്നെ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർക്കാറില്ല. ഇനി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കും. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. Thank you.